എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മ റബ്ബിനെ പരിചയപ്പെടുത്തുകയാ. ഇത് പൈങ്കിളി സീരിയലിന്റെ കഥയല്ല, ഇത് ഗ്ലിസറിൻ തേച്ച നടനം നടത്തിയ പെണ്ണിന്റെ കഥയല്ല, ഇതെന്നെ പിടച്ച റബ്ബിന്റെ കഥയാ. ആ കുഞ്ഞങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അതിന്റെ എല്ലുകളും വളരാതിരുന്ന ആ കുഞ്ഞിന്റെ തലച്ചോറിന് വികാസമുണ്ടാവില്ല. നമ്മുടെ തലച്ചോറ് വളർന്ന് പൂർത്തിയായി കഴിഞ്ഞാലേ എല്ലുകൾ പിന്നെയോ ജോയിന്റ് ആവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന് തലച്ചോറ് വികാസം പ്രാപിക്കുമ്പോ ആ സമയത്ത് തലച്ചോറ് പാകമാകുന്നതിനനുസരിച്ച് നിന്റെ എല്ലുകളെ കൂട്ടിയോജിപ്പിക്കാതെ നിന്റെ സൗകര്യാത്വം എനിക്ക് തന്നല്ല. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം എന്റെ ഹൃദയത്തെ ജോലി ചെയ്യിപ്പിച്ച എന്റെ അല്ലാഹ്. മൂസാ നബിയുടെ പ്രസംഗമാണിത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രസംഗമാണ്. ഫറോവ ഞാനാണ് അല്ല എന്ന് പറഞ്ഞ ഫറോവയുടെ മുമ്പില് മൂസാ നബി നടത്ത പ്രസംഗത്തെ സൂറത്ത് ശൂറായിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഫറോവയെ പരിചയപ്പെട്ടോ നിങ്ങൾ? വെറുതെ ഒരു പൈങ്കിളി വകല് പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ കബറും കഫന്തുണിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കരയിപ്പിക്കാം. പക്ഷേ സമകാലീന ലോകത്ത് അല്ലാഹു ആരെന്നറിയണ്ടേ? അല്ലദീ ഖലഖനി. ഫിറഔൻ ചോദിച്ചു, മൂസ ആരാണ്? വമാ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ നീ പറയുന്ന അല്ലാഹ് ആരാ? അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ പറയാണ് മൂസാ നബി. ഖുർആൻ ചോദിച്ചില്ലേ, വയസ്ലുബുഹുമുദ്ദുബാബു ശൈആ, ഒരു ഈച്ചയുടെ ചിറകിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഗുർപ്രീത് സിംഗിനോട്, മനുഷ്യാവതാരങ്ങളോട് അന്ധവിശ്വാസങ്ങൾ, ഒരു ഈച്ചയുടെ ചിറകിന്. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി സത്യസായി ബാബ. അവിടെ പോയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്തത് ശൂന്യതയിൽ നിന്നൊരു വാച്ചെടുത്തിട്ട് HMDയുടെ വാച്ചെടുത്ത കയ്യിൽ കൊടുത്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം, നിങ്ങൾ ഈ HMDയുടെ വാച്ചല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വാച്ച് ശൂന്യതയിൽ നിന്നെടുത്ത് തന്നൂടായിരുന്നു എന്നാണ് നെഹ്റു ചോദിച്ചത്. നെഹ്റു എന്നിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും ഭക്ഷ്യക്ഷാമത്തിലാണ്, പട്ടിണി പടർന്നു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ശൂന്യതയിൽ നിന്ന് വാച്ച് തരാതെ 10 ഗോതമ്പ് ചാക്ക് തന്നിരുന്നെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി മാറ്റാമായിരുന്നു എന്ന് ചോദിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 60 ആണ്ട് കടന്നപ്പോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ തന്റെ മുമ്പിലേക്ക് സിദ്ധികൾ കാണിച്ചവനോട് തന്മയത്വത്തോടെ, ക്രാന്ത ദാർശനികതയോടെ ഗോതമ്പ് ചാക്ക് തരുമോ എന്ന് ചോദിച്ച പ്രധാനമന്ത്രിയിൽ നിന്ന് 60 വർഷം ഇന്ത്യ പിന്നിട്ടപ്പോ പരിപൂർണ നഗ്നായി നിൽക്കുന്നവന്റെ മുമ്പിൽ പാദസേവ ചെയ്യുന്നിടത്തേക്ക് പ്രധാനമന്ത്രി മാറിയെന്നിടത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വികാസത്തെ നാം വരച്ചു കാണിക്കുന്നത്. പറയുന്നതിൽ മോശം തോന്നരുത്. ജവഹർലാൽ നെഹ്റു ബക്രാനങ്കൽ അണക്കെട്ടുണ്ടാക്കിയ ജവഹർലാൽ നെഹ്റു, മോനെ നമ്മൾ മരിച്ചു പോകും, നമ്മൾ ചെയ്ത സേവനമേ നിലനിൽക്കൂ. നെഹ്റുവിന്റെ കോട്ടിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. നെഹ്റു മരിച്ചു, കോട്ട് നുരുമ്പിപ്പോയി, ആ റോസാപ്പൂവിന്റെ ഇതളും മണ്ണിലോട്ട് ചേർന്നു. പക്ഷേ നെഹ്റു നിർമ്മിച്ച ബക്രാനങ്കൽ അണക്കെട്ട് ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലമീൻ സാധു സംഘടന സമിതിയുടെ പ്രവർത്തകരോട്, നമ്മൾ മരിക്കും, പക്ഷെ നമ്മൾ ചെയ്തത് ഒരിക്കലും ലോകത്ത് മരിക്കില്ല. കർമ്മങ്ങൾക്ക് മരണമില്ല, മനുഷ്യനാണ് മരണമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞത്, അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹ്. സൃഷ്ടിക്ക് നിങ്ങൾ. വയസ്ലുബുഹുമുദ്ദുബാബു ശൈആ, ഒരു ഈച്ചയുടെ ചിറക് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയോ? 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കൊടുത്താൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാമെന്നാണ് CM ജോഡ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ ഇത്ര അസംസ്കൃത വസ്തുക്കൾ മതി. ഡോക്ടർ കീരിപ്പുണ്ടല്ലോ, ചോദിച്ചോ, ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് കീറി മുറിച്ചാ എന്താ ഉള്ളത്? സലീം ഡോക്ടർ കുറെ സർജറി നടത്തിയിട്ടുണ്ടാവില്ല, എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ തൊലിപ്പുറത്തിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ തൊലിയുടെ നിറം തന്നെ മെലനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ മാറ്റക്കുറച്ചിലാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. യൂറോപ്യനായ ഡോക്ടർ സോമർവെൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നത് കറുകറുത്ത തടിച്ചൊരു തമിഴൻ.
തമിഴന്റെ കറുകറുത്ത കരിവീട്ടി പോലെയുള്ള ആ ശരീരം കൊണ്ടുവന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി യൂറോപ്യനായ വെളുത്തവനായ ഡോക്ടർ സോമർവെല്ലി കീറാൻ വേണ്ടി കത്രിക വെച്ചപ്പോൾ അദ്ദേഹത്തിന് കൈവറച്ചു. ദൈവമേ, ഞാൻ യൂറോപ്പിലെ ധാരാളം വെളുവെളുത്തവന്റെ ശരീരം കീറിയിട്ടുണ്ട്. അവരുടെ ശരീരം കീറിയപ്പോ കണ്ട അതേ വ്യവസ്ഥ തന്നെയാവോ ഈ കറുകറുത്ത കരിവീട്ടി പോലെയുള്ള തമിഴന്റെ ശരീരം കീറിയാലും? ആ മനുഷ്യൻ ആ കറുകറുത്ത കരിവീട്ടി പോലെ കിടക്കുന്ന തമിഴന്റെ ശരീരം കീറി. അദ്ദേഹം നോക്കിയപ്പോ വെളുത്തവന്റെ ശരീരത്തിൽ യൂറോപ്പിൽ കണ്ട അതേ നാഡീവ്യവസ്ഥ, അതേ രക്തചംക്രമണം, അതേ ഹൃദയത്തിന്റെ സ്ഥാനം, അതേ അവയവങ്ങൾ. ഡോക്ടർ സോമർവെൽ അറിയാതെ പറഞ്ഞു പോയി, ദൈവമേ, നിന്റെ ഈ സൃഷ്ടിപ്പിനെ ഞാൻ വല്ലാതെ വാഴ്ത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെയാണ്, തൊലിയുടെ വെളുപ്പും കറുപ്പും മാത്രം, അതിനപ്പുറത്തേക്ക് എല്ലാം ഒരുപോലെയാണ്. ഈ ഇരിക്കുന്ന ഒരാളുടെ, പിന്നെ ഇരിക്കുന്നതിലെങ്ങാനും വൈകുന്നേരം ഇച്ചിരി പറക്കത്തിന് വേണ്ടി അടിക്കുന്നവരുണ്ടെങ്കിൽ കരളിച്ചിരി പോയിട്ടുണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ ഒരേപോലെയാണ്, ഒരേ വ്യവസ്ഥകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, തർക്ക വിതർക്കങ്ങളിലല്ല, ഏകനായ അള്ളാഹുവിലേക്ക് എത്തുന്ന ഗവേഷണത്തെ പഠിപ്പിക്കാൻ. അള്ളാഹുവിലേക്ക് എത്തുന്ന ഗവേഷണങ്ങൾ, ആ ഗവേഷണങ്ങളാണ് ഇവർ. ഒന്നുമില്ല ലോകത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചെറിയാനാണ്, നസ്രാണി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചെറിയാൻ ക്രിസ്ത്യാനിയൻ. ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയം എടുത്തു വെച്ചു. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയമാണ്, ഹിന്ദുവിന്റെ ശരീരം ഇത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞില്ല. ഇത് ഹിന്ദുവിന്റെ ശരീരമാണ്, മുസ്ലിമിന്റെ ഹൃദയം ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യൂലാൻ തീരുമാനിച്ചില്ല. എന്നാൽ രണ്ടും കൂടി ഇത് വെച്ചത് ഒരു നസ്രാണി ആയതുകൊണ്ട് ഞങ്ങൾ ഇത് ജോയിന്റ് ആകുന്ന അവരും തീരുമാനിച്ചില്ല. എന്തിനാണ് മനുഷ്യരെ? വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ ഒരച്ഛൻ അമ്മയ്ക്ക് പിറന്ന് നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ആ തറവാട്ടിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതിനപ്പുറം ജാതിയുടെ, വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഉള്ളിൽ കിടക്കുന്നവരാണ്. മൂസാ നബി പറഞ്ഞത്, അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചതിന്റെ അള്ളയാണ്. 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലെ ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും 9 സാധനം കൂട്ടിക്കൊച്ചാൽ ശരീരമായി. മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും മതി. പെണ്ണുങ്ങൾ വിചാരിക്കണ്ട ഇത് കൈരളിയിലെ കുക്കറി ഷോ അല്ല. ആവാം, ഏത് മെഡിക്കൽ സയൻസിനും കഴിയും. പക്ഷേ ഇതിനപ്പുറം അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ഈ കാണുന്ന അസംസ്കൃത പദാർത്ഥങ്ങളെല്ലാം രൂപീകരിച്ച് 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ കുടിപ്പിക്കാനുള്ള കൊടുപ്പും കാർബണുകളും മഗ്നീഷ്യമിട്ട് കൂട്ടിച്ചെത്തിട്ട് നീ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ, കൈകളുള്ള, കാലുകളുള്ള, ചെവിയുള്ള, ഹൃദയമുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ, ആ കണ്ണുകളൊന്ന് ചലിക്കാൻ, അതിന്റെ പീലികളൊന്ന് വളരാന്, ആ തലയിലെ തലമുടിയൊന്ന് വളരാന്, നിന്റെ കയ്യിലെ നഖമൊന്ന് വളരാ, അതിന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ കൊടുക്കണ്ടേ? ആരാണ് ആത്മാവിനെ കൊടുക്കുന്നത്? വയസ്അലൂനക അനിർ റൂഹ് മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബി ആത്മാവിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ, എന്റെ രക്ഷിതാവിനല്ലാതെ ഒരാൾക്ക് റൂഹിനെ കൊടുക്കാൻ ഫറയിൽ കഴിയില്ലെന്ന് പറഞ്ഞു കൊടുക്കും നബിയേ. ഇതുകൊണ്ടാണ് മൂസാ നബി പറഞ്ഞത്, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. വീണ്ടും ഫറോവ ചോദിച്ചു, ഞാൻ ഫറോവയെ പരിചയപ്പെടുത്തുകയാണ്. വീണ്ടും ഫറോവ ചോദിച്ചു, മൂസാ ആരാണ് നിന്നെ അല്ല എന്ന് ചോദിച്ചപ്പോ, അല്ലദീ യുനസ്സിലുൽ ഗൈസ, അവനാണ് ആകാശത്ത് നിന്നും മഴയുണ്ടാക്കി തന്നവൻ, അവനാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചവൻ. ഇത് പറഞ്ഞപ്പോ, സൃഷ്ടാവെന്ന് പറഞ്ഞപ്പോ ഫിറോ മിണ്ടിയില്ല. വല്ലദീ ഹുവ യുത്തീമുനി, അവനാണ് എനിക്ക് ഭക്ഷണം തന്ന് മിണ്ടിയില്ല. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന അള്ളയാന്ന് പറഞ്ഞപ്പോ ഫിറൗൻ എന്ന ഏകാധിപതി ചാടി എഴുന്നേറ്റില്ല. മുഅ്മിനീങ്ങളെ, പൊട്ടിച്ചിരിച്ചിട്ട് ഫിറൗൻ പറഞ്ഞു, മൂസാ, അപ്പൊ നിന്റെ അള്ളാഹ്ക്ക് മേലെയാണ് ഞാൻ. കാരണം നിന്റെ അള്ളാഹ്ക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? മഴത്തുള്ളി വന്ന് വീഴണമെങ്കിൽ
ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഞാനാണ് ഈജിപ്തിന്റെ അധികാരി. ഈ നീര് പോലും ഒടുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിൽക്കാൻ പറഞ്ഞാൽ ഫറോവ നിൽക്കാൻ പറഞ്ഞാൽ നീൽ അവിടെ തന്നെ നിൽക്കും. മൂസ എന്ന് പറഞ്ഞ ഏകാധിപതിയാണ് ഫറോവ. എന്നുള്ള ഏകാധിപതികൾ ഫറോവയുടെ പതിപ്പുകൾ മാത്രമാണ്. നീ എന്തിനു പേടിക്കണം മനുഷ്യ? ഇതൊക്കെ താണ്ടിട്ടാണ് ഇസ്ലാം ഇങ്ങോട്ട് വന്നത്. നിനക്കെന്തിനാ നിരാശ? നീ ഇറച്ചി തിന്നണ്ടെന്നല്ല, നീ ബീഫ് തിന്നണ്ടെന്നല്ല, നീ മഴ തന്നെ, മഴവെള്ളം തന്നെ കുടിക്കണ്ട. ഇതെന്റേതാണ്. ബീഫ് തിന്നണമെന്ന് നമുക്ക് നിർബന്ധമില്ലുണ്ടോ? നിർബന്ധമില്ല. എന്തിന്? ബീഫ് പശുവിന്റെ ഇറച്ചി തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഇവിടുത്തെ നിർബന്ധ? ഇതെന്താ സ്ഥലത്തിന്റെ പേരെന്ത്? പശുവിനെ തിന്നണമെന്ന് നിർബന്ധമുണ്ടോ? പിന്നെ എന്തിനാ കൊലാകലം? പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല. അൽബാനുൽ ബക്കരി ശിഫാഉൻ, പശുവിന്റെ പാലില് ഔഷധ ഗുണമുണ്ട്. വലഹുമുഹാ ദാഉൻ, അതിന്റെ ഇറച്ചി രോഗമുണ്ടാക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തിയ പ്രവാചകൻ. അൽബാനുൽ ബക്കരി ഷിഫാഉൻ, പശുവിന്റെ പാല് കുടിച്ചാൽ ഔഷധ ഗുണമുണ്ട്. വലഹുമുഹാ ദാഇൻ, അതിലെ ഇറച്ചി തിന്നാൽ രോഗമുണ്ട്. പക്ഷേ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്, രണ്ടാമത്തെ സൂറത്തിന്റെ പേര് പശു എന്നാണ്, ബക്കറ. ഇബ്രാഹിം നബി പശുവിനെ അറുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫജാഅ ബിഇജ്ലിൻ സമീൻ, അറുത്തു. പശുവിന്റെ ഇറച്ചി തിന്നണമെന്ന് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കണ്ട. പക്ഷേ ഭരണഘടനാപരമായി ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോഴാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. നമ്മൾ പ്രതിഷേധിക്കുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോഴാണ്. അല്ല, നമുക്ക് പശുവിറച്ചി തിന്നാനുള്ള കൊതി കൊണ്ടല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. പശുവിറച്ചി തിന്നാൻ കൊതിയില്ല, പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഒരു പൗരൻ എന്ന രീതിയിൽ, ഇന്ത്യയിൽ ജനിച്ചൊരു പൗരൻ എന്ന രീതിയിൽ അവകാശപ്പെട്ടത് തന്നെയാണ്. അതിനെതിരെയാണ് പ്രതിഷേധ സമരം. ഫറോവ ചോദിച്ചത് മുസ്ലിമായതിന്റെ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് അധികം ദൂരമില്ല. നമ്മുടെ അക്ഷരങ്ങളെ ഇരുട്ടിന്റെ വക്താക്കൾ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് മിനിങ്ങാന്ന് ബാംഗ്ലൂരിൽ ഒരു പാവപ്പെട്ട എഴുത്തിലൂടെ ഫാസിസത്തിനെ നിലനിന്ന ഒരു പെണ്ണിനെ വെടിവെച്ച് തന്നത്. കൽബുർഗിയെ കൊന്നത് എന്തിനാണ്? കൽബുർഗിയെ കൊന്നത് കൽബുർഗി ഒന്നും പറഞ്ഞില്ല. കൽബുർഗി പറഞ്ഞത് രാമന് സീതയെ വനവാസത്തിന് വിട്ടിട്ട് നേരെ പോയത് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ്. രാമനും വാൽമീകിയും ഒരേ കാലക്കാരായിട്ട് പോലും വാൽമീകി രാമനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല എന്ന് എഴുതിയത് കൊണ്ടാണ് കൽബുർഗിയെ ഒരു കൊന്നത്. എന്തിനാണ്? ആശയ സംവാദത്തെ എന്തിനു നാം ഭയപ്പെടണം? ആശയം എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോഴാണ് ആയുധം എടുക്കുക. പ്രത്യേകിച്ച് എപ്പോ ആശയത്തിന് ദാരിദ്ര്യമുണ്ടോ അപ്പോഴാണ് ആയുധം എടുക്കേണ്ടി വരിക. ആശയത്തിന് ദാരിദ്ര്യമില്ലെങ്കിൽ ആയുധം എടുക്കേണ്ടി വരില്ല. സംവാദങ്ങൾ എപ്പോഴും നല്ലതാവാം. ആണെന്നും പറയാം, അല്ലെന്നും പറയാം. പരസ്പരം അങ്ങോട്ടും എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാകണമെന്നില്ല. ഇപ്പൊ ഞാൻ അയ്യൂബ് ഖാൻ മൗലവിയും തമ്മിൽ എത്ര കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? നിങ്ങളുടെ ചില വാദങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്, എന്റെ ചില വാദങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട്, എന്റെ ചില നിലപാടുകൾക്ക് ഷാഫി മൊലിയോട് എതിർപ്പുണ്ട്. പക്ഷെ ഇത് പരസ്പരം കൊല്ലാനല്ല, പരസ്പരം സംവദിക്കാനാണ്, സ്നേഹ സംവാദത്തിനാണ്. എതിർപ്പുകൾ നിലനില്ലതോടുകൂടെ തന്നെ സംവദിക്കാനാണ്. ആ സംവാദത്തിന് മനസ്സില്ലാത്തവർ അസഹിഷ്ണുക്കളാണ്, സഹിഷ്ണുതയില്ലാത്തവരാണ്. അള്ളാഹു ബോധം തരട്ടെ. അമീപറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ട് നിപ്പായിരിക്കണത്? അള്ളാഹു ബോധം തരട്ടെ. ചുമ്മാ കബറുങ്ങപ്പെന്നു പറഞ്ഞിട്ട് പോയാൽ പോരാ. ഒരു സമൂഹത്തിന്റെ സമകാലീന ചിന്തകളെ പ്രബോധകന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഫിറഔൻ പറഞ്ഞു, നിന്റെ അള്ളാഹ്ക്കും മേലെയാണ് ഞാൻ. മഴ വർഷിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ, ഈ ഭൂമി എന്റേതാണ്, മിസ്ർ എന്റേതാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്നോട് ചോദിച്ചിട്ടാണ് ഈ നൈല് തന്നെ ഒഴുകുന്നത് എന്ന് പറഞ്ഞ ആളാണ് ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ മലന്ന് കിടപ്പുണ്ട്. നാഷണൽ മ്യൂസിയം മുഴുവൻ കാണാൻ $2 മതി. ഞാൻ 2 പ്രാവശ്യം പോയതാണ്. ഈ മഹാനവറുകളെ കാണണമെങ്കിലോ ബഹുമാനപ്പെട്ടവരെ കാണണമെങ്കിൽ $10 കൊടുക്കണം. അങ്ങനെ അമ്മാതിരി കിടപ്പല്ലേ കിടക്കണത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പുറകെ വരുന്ന ഏകാധിപതികൾക്ക് മനസ്സിലാവാൻ എവിടെ പോൾപോട്ടെവിടെ
മനുഷ്യന്റെ ശിരസറ്റ കബന്ധങ്ങൾ കണ്ട് ജനാധിപത്യത്തെ കൊല ചെയ്ത പോൾ പോട്ട് എവിടെ പോയി? മുസോളിനി എവിടെ പോയി? മിലാൻ പാലത്തിന്റെ കൽത്തുറുങ്ങുകളിൽ അനുയായികൾ തന്നെയല്ലേ മുസോളിനിയെ തൂക്കിക്കൊന്നത്? ചെഷസ്ക്യൂ എവിടെ പോയി? പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിൽ അനുയായികളാണ് കല്ലെറിഞ്ഞു കൊന്നത്. ഏകാധിപതികൾ ആരും ലോകത്ത് നല്ല രീതിയിൽ ജനങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം. മൂസായോട് പറഞ്ഞ് നീട്ടുന്നില്ല. മൂസ സമയായില്ലേ? ഇതൊന്നിട്ട് മനുഷ്യന്മാരെ 2 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. ഇത്ര വെള്ളം തരും. അരമണിക്കൂറാ. ഇത് ദക്ഷിണ ധ്രുവത്തോട് അടുത്ത പ്രദേശമൊന്നും അല്ലല്ലോ, സമയത്തിന് മാറ്റം വരാൻ. അൽഹംദുലില്ലാ. ചില പ്രസംഗിച്ചാൽ നമ്മൾ വിചാരിക്കും പടച്ചോൻ ഇയാളൊന്നും നിർത്തണില്ലല്ലോ. ചില ആളുകൾ ദുആ സമ്മേളനത്തിന് ദുആ തുടങ്ങിയ പിന്നെ നിർത്താൻ വേണ്ടി നമ്മൾ വേറെ ദുആ ചെയ്യും. ഇസ്ലാം നീണ്ട ദുആ, പിന്നെ അതൊന്ന് നിർത്തി കിട്ടാൻ നമ്മൾ വേറെ ദുആ ചെയ്യണം. ഇസ്ലാമിന്റെ എല്ലാ സൗന്ദര്യമുള്ള ഇബാദത്തുകളാണ്. നിസ്കാരം നീട്ടാൻ പാടില്ല. ഇസ്ലാമിനൊരു സൗന്ദര്യമുണ്ട്. ഒരു ഇമാമ് കയറി നിന്നു, അതേ സുബൈക്ക് വേണ്ടി വന്ന ആളുകൾ നീട്ടി അങ്ങോട്ട് കുറവ് പാടില്ല. ഇസ്ലാം ആത്മീയമായ ഒരു ഭൗതിക പ്രസ്ഥാനമല്ല ഇത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു സൗന്ദര്യമാണ്. നിസ്കാരത്തിൽ പിറകിലുള്ള വൃദ്ധന്മാരെ പരിഗണിക്കണം, കുട്ടികളെ പരിഗണിക്കണം. വളരെ നീട്ടി നിവർത്തി നിങ്ങൾ ഓതാൻ പാടില്ല. അതേപോലെ ദുആ ചെയ്യുമ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ചെയ്യാവോ, അതിനപ്പുറത്തോട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വെറുതെ അനാവശ്യമായി ഒരു പ്രകടനപരത അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇട്ടുമായിരുന്നില്ല. പ്രസംഗം അങ്ങനെയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ പ്രസംഗിച്ചോളാൻ പറയാം, അത് വേറെ കാര്യം. ആ സമയത്താണ് ഫറോവ ചോദിച്ചത്, മൂസ ഏതുവരെ പോയി ഫറോവ? ഇത് ഞാൻ പറയുന്നത് എന്നെ കേൾക്കാനിട്ട് സഹോദരിമാർക്ക് വേണ്ടിയാണ്. ബാക്കി ഇവിടെ വന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. അവസാനം ഈ ഫറോവ എന്ത് ചെയ്തെന്നറിയോ? അള്ളാന്റെ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. വഖാല ഫിർഔന യാ ഹമാനു ബിനി ലീ സർഹാ ലഅല്ലി യബ്ലുഗുൽ തന്നെ മന്ത്രിയായ ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞ, ഹാമാനെ യാ ഹാമാനു ബിനി ലീ സർഹാ, ഹാമാനെ നീ ഒരു വലിയ ഗോപുരം പണിയുക. മൂസ പറഞ്ഞത് എന്റെ റബ്ബുൽ ആലമീനായ അല്ലാഹു ആകാശത്തിലാണെന്നല്ലേ. ഉന്നതമായൊരു ഗോപുരം പണിതു മന്ത്രിയായ ഹാമാന്. ആ ഗോപുരത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിനെ കൊല്ലാൻ അമ്പുമായി പാഞ്ഞു കയറിയില്ല ഫറോവ. ഇതൊന്നും കെട്ടുകഥയല്ല, ഇതൊന്നും ഖുർആൻ പറഞ്ഞ കഥകളാണ്. ഖുർആൻ ചരിത്രം പറയുന്നത് രസിക്കാനല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടിയാണ്. ജനസഹസ്രങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഗോപുരത്തിന്റെ മുകളിൽ കയറി മേലോട്ട് അമ്പെയ്തു പോയി ഫറോവ. ഏകനായ അല്ലാഹുവിനെ കൊല്ലാൻ അല്ലാഹു എന്ത് ചെയ്തെന്നറിയോ? പടച്ചതമ്പുരാൻ എങ്ങനെയാണ് ജിബ്രീലിനോട് പറഞ്ഞു, അമ്പ് പിടിച്ചെടുത്തിട്ട് ആടിന്റെ രക്തം അതിന്റെ അഗ്രഭാഗത്ത് പുരട്ടി താഴോട്ടിട്ട് കൊടുക്കുക. ജിബ്രീൽ പിടിച്ചു, ആടിന്റെ രക്തം പുരട്ടി താഴോട്ടിട്ട് കൊടുത്തു. ഫറോവ കാത്തു നിൽക്കുന്ന അള്ളാനെ കൊല്ലാൻ ചെയ്ത അമ്പതാ രക്തം പുരണ്ട് താഴോട്ട് വരുന്നു. അത്യുച്ചത്തിലല്ലോ ഫറോവ പൊട്ടിച്ചിരിച്ച് പറഞ്ഞത്, ഖതൽതു റബ്ബി മൂസ, ഖതൽതു റബ്ബി മൂസ, ഞാൻ മൂസായെ അള്ളാനെ കൊന്നു. ഇനി ആരും ഭയക്കണ്ട. മഴ വർഷിപ്പിക്കുന്ന ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന മൂസായുടെ റബ്ബിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴാണ് പറഞ്ഞത്, അന റബ്ബുകുമുൽ അഅ്ലാ, ഇനി ഞാനാണ് അല്ലാഹ്. ഈ ഭൂമി ലോകത്തിന് ഒരൊറ്റ റബ്ബേയുള്ളത് ഞാനാണെന്ന് പറഞ്ഞ ഫറോവ. സഹോദരങ്ങളെ, അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാവുമ്പോ ഉപ്പുവെള്ളം വന്ന് അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഇതേ ഫറോവ പറഞ്ഞതെന്താ? ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ വിശ്വസിച്ച അല്ലാഹനെ ഞാനും വിശ്വസിക്കുകയാ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് റബ്ബിനെ വിളിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ എന്റെ ഈ പ്രിയപ്പെട്ട കണ്ടച്ചിറയിൽ എന്റെ പ്രസംഗങ്ങൾ കാണിച്ചവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അള്ളയാണെന്ന് വാദിച്ചെന്ന് മാത്രമല്ല
അള്ളാനെ കൊല്ലാൻ ഗോപുരം പണിത് അമ്പെയ്ത ഭർത്താവിന്റെ ഭാര്യയായിട്ടാണ് ബഹുമാനപ്പെട്ട ആസിയ ബീവി അതേ ഭർത്താവിന്റെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരുന്നത്. ആ വീടിന്റെ ഉള്ളിൽ ഫറോവ എന്ന് പറയുന്നത് എന്റെ ഭർത്താവാരാ, അള്ളാഹുവിനെ ഇല്ല എന്ന് പറയുന്നവൻ അവിടെ ജീവിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ആസിയ ബിന്തു മസാഹിം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ സ്വർഗ്ഗം വാങ്ങിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അനാചാരങ്ങൾ അകന്നു തകർക്കുമ്പോ സ്ത്രീകൾ മുഴുവനും ജീവിതത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളില്ലാതെ പാഞ്ഞു പോകുമ്പോ നിയന്ത്രണം വേണമെന്ന് പറയുന്നവന് പുരോഗമനവാദി അല്ലെന്ന് പറഞ്ഞ് കല്ലെറിയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ എന്നേ, പെണ്ണെ നിന്റെ ജീവിതത്തിന്റെ ചാരിത്രത്തെ സൂക്ഷിക്കല് നിന്റെ കടമയാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഐശ്വര്യവും അത് തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ടെസ്റ്റോപ്പുകളിൽ കാമുകന്മാരെ കണ്ണിറുക്കുമ്പോ മറുഭാഗത്ത് ഫോൺ സെക്സുകൾ നിന്നെ വലക്കുമ്പോ ഗൾഫിലുള്ള ഭർത്താവിന്റെ അഭാവം നിന്റെ ജീവിതത്തെ വഴിതെറ്റിക്കാൻ സാഹചര്യമുണ്ടാകുമ്പോ കോടതി വരാന്തകളിൽ എത്രയോ നന്മകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. കാമുകന്റെ കൂടെ കോടതിയിൽ ഇറങ്ങിപ്പോകുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ട് സാരിത്തുമ്പിൽ പിടിച്ചു വലിക്കുന്ന 1.5 വയസ്സുകാരിയെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ കടന്നു പോകുന്ന ശപിക്കപ്പെട്ട മാതൃത്വത്തെ കാണുമ്പോ തലശ്ശേരി കോടതിയിൽ നിന്ന് ഇറങ്ങി വരവേ 18 വർഷത്തോളം നിന്റെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ചു പൊന്നുമോയോ, ഇത്രയും നാള് ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ടു വളർത്തിയ പൊന്നുമോയോ. ഒരു മക്കളെപ്പോഴും പിതാവിന് വലിയ ശ്രേഷ്ഠമാണല്ലോ, അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ. കബീർ ബാക്കവിക്കും ഹൃദയത്തിൽ ഏറ്റുമിട്ട മക്കളോടാണ്, ഷാഫി മൗലവിക്കും മക്കളോടാണ്, ഡോക്ടറിനും മക്കളോടാണ്. ബഹുമാന ഏത് വലിയ സമ്പന്നനാവട്ടെ. ഞാൻ കേരളത്തിലെ മലയാളികളെ ഏറ്റവും ധനികനായ ബഹുമാനനായ ഡോക്ടർ എം.എ. യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ഞാനും എന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന് അബുദാബിയിലെ വസതിയിലിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ബാക്കവി പോവുകയാണ്, ബഹ്റൈൻ പ്രിൻസുമായിട്ടൊരു ബീച്ചിങ് കൊണ്ട് പോവുകയാണ്. പോകാനിറങ്ങുമ്പോ ഇളയ മകളുടെ പൊന്നുമോള് നടന്നു വന്നു. കെട്ടിപ്പിടിച്ചിട്ട് ആ പൊന്നുമോളുടെ വയറ്റില് ഉപ്പാപ്പാടെ പൊന്നുമോളിങ് വന്നേന്ന് പറഞ്ഞിട്ട് എം.എ. യൂസുഫ് അലി സാഹിബ് അതിലേക്ക് മുത്തം വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ ഓർത്തുപോയി. അല്ലാഹുവേ, എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും എം.എ. യൂസുഫ് അലി സാഹിബ് ആണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ 5 മൂടില് ടെലിഫോണിന്റെ കേബിൾ എടുക്കാൻ വേണ്ടി കുടിക്കാൻ വരുന്ന തമിഴത്തി പെണ്ണുങ്ങളില്ലേ, കൊച്ചുമക്കളെ മരക്കൊമ്പിൽ സാരി തുമ്പിൽ കെട്ടിയിട്ടൊരു ഒരു തൊട്ടിലുണ്ടാക്കി കിടത്തിറക്കിയിട്ട് ടെലിഫോണിന്റെ കേബിൾ കുടിക്കുമ്പോ ഉറക്കത്തിൽ നിന്നേറ്റ് കുഞ്ഞു കരയുമ്പോ ഓടിച്ചെന്ന സാരിയിൽ കെട്ടിയിരിക്കുന്ന കുഞ്ഞിനെ മാറോടെടുത്ത് ചേർത്ത് പിടിക്കുന്ന ടെലിഫോൺ കേബിൾ എടുക്കാൻ വേണ്ടി വന്ന തമിഴത്തി പെണ്ണിനും എം.എ. യൂസുഫ് അലി സാഹിബിനുമൊക്കെ മക്കളോടുള്ള സ്നേഹം ഒരേപോലെയാണ്. തലശ്ശേരി കോടതിയിൽ നിന്ന് ഇതേപോലെ മുത്തം കൊടുത്തു വെട്ടിയ പുന്നുമോ വേറൊരുത്തിന്റെ കയ്യിൽ പിടിച്ചിറങ്ങുമ്പോ റാഹി റാഹി പൊന്നുമോളെ റാഹി എന്ന് നിലവിളിച്ചുകൊണ്ട് ഉപ്പ പാഞ്ഞു പോകുമ്പോ ആ നിലവിളികൾ ലോകത്തുനിന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫറോവയുടെ കാലം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. പണ്ട് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടാൻ അവസരങ്ങളില്ല. ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഫോൺ കോളുകളുണ്ട്. ഈ ലോകത്ത് എങ്ങനെയൊക്കെ ആയിപ്പോകുന്നു എന്ന് ന്യായം പറയുമ്പോ പെങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിച്ചത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവസാന ഫറോവ വന്നിട്ട് പറഞ്ഞു, ഏ ആസിയ പറയും ഞാനാണ് അല്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്നെ സൃഷ്ടിച്ച റബ്ബിനാണ് സുജൂദ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആസിയ കോപാക്രാന്തനായി ഭർത്താവ് കുന്തമെടുത്തിട്ട് സ്ഥാനത്തിലേക്ക് കുത്തിയിറക്കുമ്പോ വേദന കൊണ്ട് പ്രളയവേ രക്തം തടംതല്ലിയാത്തിടുകവേ ആസിയ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി അഭിനവകാല ലോകത്തിലെ റോൾ മോഡല് ഫറോവയുടെ കൊട്ടാരത്തിലെ പത്നിയായി ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരാളില്ല. ആസിയ ബീവി പറഞ്ഞ മറുപടി അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ. അല്ലാഹുവേ നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ സ്വർഗത്തിന്റെ ഒരു വീട്
എനിക്ക് മതി, ഈ മരണവേദന എനിക്ക് പ്രശ്നമല്ലെന്ന് മരണവേദനയിൽ പിടയുമ്പോൾ പറഞ്ഞു പോയ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു തീരേണ്ട താമസംഭങ്ങളെ ആകാശലോകത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. സ്വർഗത്തിലേക്ക് കിട്ടാൻ പോകുന്ന മണിമാളിക മരണസമയത്ത് കണ്ടിട്ടാണ് ആസിയ ബീവി ലോകത്ത് വിട പറഞ്ഞു പോയത്. ഹബീബായ നബി, ഹബീബായ നബി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്ത് നിലയ്ക്കാതിരിക്കട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിന് അഭിനിവേശമാവട്ടെ. ഇതൊക്കെ ലോകത്തോട് ഈ വൃത്താന്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നരാരാ? ആസിയുടെ കഥ, മറിയമിന്റെ കഥ, ഈസാ നബിയുടെ കഥ, മൂസാ പ്രവാചകന്റെ കഥ, ചെങ്കടൽ പിളർന്നു പോയ കഥ, മണ്ണും സെൽവയും ഇറങ്ങിയ കഥ, ഒട്ടകം കരിങ്കല്ല് ഒട്ടകത്തെ പ്രസവിപ്പിച്ച കഥ. ഇതൊക്കെ നമുക്ക് ഈ ലോകത്തോട് ഒരു യുക്തിവാദത്തിനിട നൽകാറ് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തോടെ നമുക്ക് പറഞ്ഞു തന്നരാരാ? അത് ഹിറാ ഗുഹയിൽ വന്ന വെളിച്ചമല്ലയോ? കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി ദാരേ ഹിറാ മേ, കബിയേ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയേ തജല്ലി ദാരേ ഹിറാ മേ. ചിലപ്പോൾ ഈ പ്രവാചകൻ സംസാരിച്ചത് ഹിറാ ഗുഹയിലിരുന്ന്, ചിലപ്പോൾ ആയിഷയുടെ മടിയിലിരുന്ന്, ചിലപ്പോൾ സഫാ മലയുടെ മുകളിലിരുന്ന്, ചിലപ്പോൾ ബദറിന്റെ വായ്പോരിന്റെ ഇടയിൽ നിന്ന് ലോകത്തോട് സുവിശേഷത്തിന്റെ വർത്തമാനങ്ങളുടെ വൃത്താന്തങ്ങൾ ഇത്തകൃത്യമായി പറഞ്ഞ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സവ്വജനി റബ്ബി ബിഇസ്നി. നാളെ സ്വർഗത്തിലെ രണ്ടു പേരെ അല്ലാഹു എനിക്ക് വിവാഹം ചെയ്തു തരും. ഒന്നാരെ എന്നറിയുമോ? ഒന്ന് മറിയം ബിനത്ത് ഇമ്രാൻ, ഒന്ന് ഇമ്രാന്റെ മകളായ മറിയമിനെയാണ് നാളെ സ്വർഗത്തിൽ എന്റെ ഭാര്യയായി രണ്ടാമത് വരുന്നത് ആസിയ ബിന്ത് മസാഹിം. ആസിയ ബിന്ത് മസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. ഇവര് രണ്ടുപേരും നാളെ സ്വർഗത്തിൽ എന്റെ പത്നിമാരാണെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ എന്ത് നേടി? ലോകത്തിന്റെ ഈ തിരുത്തലുകൾക്കെതിരെ അശ്ലീലത്തിന്റെ നടുവിൽ ശ്ലീലത്തെ തിരിച്ചറിഞ്ഞു നിന്നപ്പോ മുത്ത് റസൂലിന്റെ ഭാര്യയായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫറോവയുടെ ഭാര്യയായിട്ട് പോലും ആസിയ ബീവിയെ ഫറോവ കൈകൊണ്ട് സ്പർശിച്ചിട്ട് പോലുമില്ല. അല്ലാഹു അവസരം കൊടുത്തില്ല. മുത്ത് റസൂലിന്റെ ഭാര്യ വേണ്ടതാണ്, അതുകൊണ്ട് ഫറോവയ്ക്ക് തൊടാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മറിയം ബിനത്ത് ഇമ്രാൻ, അതോടൊപ്പം തന്നെ ആസിയ ബിന്ത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. അതുകൊണ്ട് സഹോദരി, ജീവിതം ഒരല്പം മാത്രമേ ഉള്ളൂ. ആ അല്പമുള്ള ജീവിതത്തിൽ ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുക, ജീവിക്കുന്നിടത്തോളം കാലം നല്ലവനായി ജീവിക്കുക, അവസാനം മരിക്കുമ്പോൾ നല്ലവനായി മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതം ശുഷ്കമാണ്. ഈ ജീവിതം 50 60 വയസ്സ് മാത്രം. ഇപ്പൊ അത്രയും പോലും പോയില്ല. എന്റെ സമൂഹത്തിന്റെ കാലാവധി 60 70 വയസ്സ് മാത്രമാണ്. പരമാവധി അതിന്റെ ഉള്ളിലങ്ങട് തീരും. പരമാവധി അതിന്റെ ഉള്ളിലങ്ങട് തീരും. ഈ 60 70 വയസ്സിന്റെ ജീവിതം അത് നൈമിഷികമായ ജീവിതം. മണ്ണിൽ നമ്മൾ ജീവിതമോ പൂക്കളെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ ജീവിതം പൂക്കളെ പോലെയാണ്. അങ്ങോട്ട് പോയപ്പം വിടന്ന് നിന്നനാണ്, തിരിച്ചു വന്നപ്പോൾ വല്ലാതെ വാടിക്കൂമ്പിക്കിടക്കുകയാണ്. വിടർന്ന് നിന്ന എത്രയെത്ര ആളുകൾ ഇന്നും തമിഴ്നാട്ടിലെ മധുരയിലെ ദേശീയപാതയിൽ നമ്മുടെ വെളിപ്പാടകരയുള്ള 4 പേര് മരണപ്പെട്ടു പോയത്രേ. അവരെത്രയോ ചിരിച്ചുല്ലസിച്ചവര് വാഹനത്തിൽ പോയവരാണ്. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് സ്വദേശികളായ ഒരു ഉമ്മയും 2 ചെറുപ്പക്കാരികളും ഒരു ചെറുപ്പക്കാരനുമാണ് ഇന്ന് മധുരയുടെ ദേശീയപാതയിൽ ഇഹലോകവാസം വെടിഞ്ഞത്. അള്ളാഹുരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
ഈ ജീവിതം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി സൗന്ദര്യമുള്ള ജീവിതമാവുക, സുഗന്ധമുള്ള ജീവിതം, നമ്മിൽ നിന്ന് സുഗന്ധമുണ്ടാവും. അസിയെ പോലെ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് കാലം ഇങ്ങനെയാണ്, കോലം ഇങ്ങനെയാണ്, അബൂജഹലും കൂട്ടരും പറഞ്ഞല്ലോ, ഞങ്ങളെ നശിപ്പിച്ചത് ഞങ്ങളുടെ കാലമാണെന്ന് പറയാൻ കുട്ടികളെ നിർവാഹമില്ല. ചെറുപ്പക്കാരോട് നന്നായിട്ട് പറയാൻ, ഇങ്ങോട്ട് നോക്ക് കുട്ടികളെ. അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ 21ാം നൂറ്റാണ്ടിൽ വിവരസാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകളൊക്കെ ലോകം സ്വായത്തമാക്കി. എന്റെ അള്ളാഹു ഇപ്പോ ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കാൻ. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ അലമാരയിലേക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 8ാം വാള്യം ഒന്ന് വായിക്കണമെങ്കിൽ ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നഖത്തിന്റെ 4 വലിപ്പം പോലും ഇല്ലാത്തൊരു ചിപ്പിന് മുമ്പിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ ഒതുങ്ങി നിൽക്കുന്ന കാലം. ആ കാലത്ത് പണ്ട് പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കണ പേരെന്താണ്, എത്രയുണ്ട് വിദ്യാഭ്യാസം, അപ്പായും ഉമ്മയൊക്കെ ദീനുള്ളവരാണോ എന്നാണ്. ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ വന്ന ചെറുപ്പക്കാര് വീട്ടിൽ വന്ന പെണ്ണ് വരുന്നതിന് മുമ്പ് ആദ്യം നോക്കണം ഇവിടെ 3G ഉണ്ടോന്നാണ്. 3G ഇല്ലാത്ത സ്ഥലത്താണ് പെണ്ണ് വേണ്ട. ഇത് ഞാൻ വെറുതെ പറയണല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണണ്ട? ഇല്ല. 3Gയും 4G ഇല്ലാത്തൊരു സ്ഥലത്തൊന്നും പെണ്ണ് വേണ്ട. പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ ആദ്യം വിചാരിക്കണത് ആദ്യ രാത്രിയിൽ ഏതായാലും പെണ്ണിന്റെ വീട്ടിലല്ലേ. നമ്മുടെ നാട്ടിലെ നാട്ടുനടപ്പ് പ്രകാരം ഒരു ദിവസം പോലും 3G ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം നമ്മെ പിടിച്ചു മുറുക്കി. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളാണെങ്കിലും തന്നെ ഇറങ്ങിയാൽ ആദ്യം നോക്കണം നെറ്റിന്റെ കവറേജ് ഉണ്ടോന്നാണ്. അല്ലേ, മയ്യത്തടക്കാൻ സ്ഥലം കിട്ടുമോ നോക്കിയിട്ടല്ല. ഇവിടെ നിന്ന് മരിച്ച പടച്ചോനെ മയ്യത്തടക്കാൻ സ്ഥലം ഉണ്ടോന്നല്ല ആദ്യം നമ്മൾ നോക്കണതാണ്. ആദ്യം നമ്മൾ നോക്കണ നെറ്റിന് കവറേജ് ഉണ്ടോ ഇല്ല എന്നാ ഇവിടെ 3G ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഞാൻ പോണ. എല്ലാരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പരിശുദ്ധ മാലാഖയായിട്ടല്ലേ ഈ പറയുന്നത്. നമ്മുടെ നിസ്കാരം തന്നെ പോക്കാൻ എനിക്ക് തോന്നാറുണ്ട് ദജ്ജാൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. കാരണം നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്തിട്ട് ഹുശുവോടെ നമ്മൾ പോയാൽ ആദ്യം നമ്മളിടുന്ന പരിപാടി എന്താ? എല്ലായിടത്തും മൊബൈൽ സൈലന്റ് ആക്കുക. സൈലന്റ് ആക്കിയിട്ട് ഒരു കഥയില്ല, സ്വിച്ച് ഓഫ് ആക്കണം. നിസ്കാര സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം, സൈലന്റ് ആക്കിയിട്ട് കാര്യം ഇല്ല. കാരണം എന്താ? ഈ സാധനം കൊണ്ടുപോയി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ആദ്യം കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടിടും. അപ്പുറത്ത് 4 പേരുണ്ടാവും, ഇപ്പുറത്ത് 4 പേരുണ്ടാവും. ഫാത്തിഹയൊക്കെ ഓതി നേരെ റുക്കുയിൽ പോകുമ്പോൾ പെണ്ണുപിള്ള വിളിക്കും ഇങ്ങോട്ട്, ഭാര്യ മൊബൈലിലോട്ട് വിളിക്കും. അപ്പൊ അതിന്റെ ഡിസ്പ്ലേ തെളിയും. ആ ഡിസ്പ്ലേയില് ഭാര്യയുടെ ഫോട്ടോ ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാവും. ഒന്നീ അവനവന്റെ ഭാര്യ അല്ല ഇലോക്കംകാരന്റെ ഭാര്യ, ആരെങ്കിലും ഒരു ഭാര്യയുടെ ഇത്രയും ഉണ്ടാവും. അടുത്ത് നിൽക്കുന്ന ആൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. റുക്കുവിലേക്ക് പോയ ഒരാളെ ശ്രദ്ധ അങ്ങോട്ടാ വരിക. ഇപ്പൊ നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ തന്നെയാണെന്ന് ഇരിക്കട്ടെ, അവളൊന്ന് കോള് വിളിച്ചാൽ വേറൊരു കോള് വന്നാൽ ആദ്യം ഡിസ്പ്ലേ തെളിയുന്ന ആരുടെ ഫോട്ടോയാ? നമ്മുടെ ഭാര്യയുടെ ഫോട്ടോ. നമ്മളിപ്പോ കണ്ട് കൊതി വരുന്നുണ്ട്. ഈ പലാമുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവിടെ വന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കണ്ട. എന്നാലും അടുത്തിരിക്കണോ നോക്കൂലോ, അപ്പുറത്തിരിക്കണോ നോക്കൂലോ. പടത്തോന ഉസ്താദ് ഇനിയിപ്പം നേരിട്ട് ഇനിയിപ്പം മൊബൈലിൽ നോക്കാനോന്ന് പറഞ്ഞാൽ അപ്പുറത്തോ നോക്കൂലോ, അവന്റെ നിസ്കാരം പോയില്ലേ. അപ്പൊ ആളുകൾ നോക്കുമ്പോ ഇത് ഓഫ് ആക്കാനുള്ള നമ്മുടെ തത്രപ്പാട് പോയില്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞെന്താ, നമ്മുടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിന് അഡിക്റ്റായി എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഡോക്ടർമാർ മുമ്പിൽ വരുമ്പോ പറയും പുക വലിക്കരുത് എന്ന് പറഞ്ഞാലും അവൻ പിന്നെയും പുക വലിച്ചാൽ മരിക്കൂന്ന് പറഞ്ഞാലും അവൻ വലിച്ചതിന്റെ അർത്ഥം എന്താ? ആ ഹാബിറ്റ് അവന് മാറ്റാൻ പറ്റൂല എന്നാണ്. അവൻ അതിന് അടിമയായി കഴിഞ്ഞു, നമ്മൾ ഇതിന് അടിമയായി കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ആദ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ മുമ്പ് എടുത്തു നോക്കണം ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോന്നാണ്. എന്റെ പൊന്ന്, ഞാൻ ഈ പറഞ്ഞതിന് കുറ്റമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ശീലങ്ങൾക്ക് ഓരോ കാലം കഴിയും തോറും നമ്മൾ ഓരോ ശീലങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഒന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു, നമ്മുടെ ശീലങ്ങൾ. പണ്ട് വീട്ടിലൊരു കല്യാണം ഉറപ്പിച്ചാൽ അന്ന് കുടുംബ ബന്ധമുണ്ട്. തലേ ദിവസം എല്ലാവരും നമ്മുടെ വീട്ടിൽ വരും. എല്ലാവരും പെണ്ണുങ്ങളെല്ലാം കൂടെ പച്ചക്കറി അരിയും, ആണുങ്ങളെല്ലാം കൂടെ മുറ്റത്ത് ഒരു പന്തലൊക്കെ കെട്ടിയിട്ട് ആ മുറ്റത്തിരുന്ന് ഒരു വർത്താനം പറയും. ഒരു കല്യാണം നടന്നാൽ അതൊരു കുടുംബ ബന്ധം ചെറുക്കലാണ്. ഇപ്പോഴോ കത്തുകൊണ്ടേ കൊടുക്കും, സമയം ഓഡിറ്റോറിയത്തിൽ വരും, നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. ഒരു കുടുംബ ബന്ധം ചേർക്കലില്ല. കല്യാണം എന്നത് ഒരു കുടുംബ ബന്ധമായിരുന്നു. ഇന്ന് ഓഡിറ്റോറിയത്തിൽ കല്യാണം. എല്ലാവരും തിരക്കുകളായി. വീട്ടുമുറ്റത്ത് നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണം മാറിയപ്പോ പണ്ട് വീടിന്റെ മുറ്റത്തൊരു വലിയ വരാന്ത ഉണ്ടായിരുന്നു വൈകുന്നേരം ഇരിക്കാൻ. ആ വരാന്തകളില്ല.
ഇന്നിപ്പോ വരാന്തയൊക്കെ ഗ്രില്ലിട്ട് നമ്മൾ അടച്ചു. അത് വരാന്തയാണെന്ന് അറിയണം, നമ്മളോട് വരാന്താന്ന് എഴുതി വെക്കണം. അത് മുമ്പിൽ കൂടെ പോകണമെന്ന് വായിച്ചാൽ വരണ്ടാന്നേ വായിക്കും. വരാന്തേന്ന് എഴുതിയാൽ തന്നെ വായിക്കണവൻ എന്താ വരണ്ടാന്നേ വായിക്കുള്ളൂ. അതുകൊണ്ട് അവൻ അങ്ങോട്ടും കയറൂല. ഇമ്മാതിരി ഞാൻ ചിരിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ചില ശീലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ അകറ്റി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പണ്ട് റാഫിയുടെ പാട്ടുണ്ട്. എന്റെ മുഴുവൻ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. മഴവെള്ളം തിമിർത്തു പായുമ്പോ പുഴയുടെ പക്കത്തുള്ള പാടത്തുകൂടി മീൻ പിടിച്ച് നടന്ന ആ മഴവെള്ളപ്പാച്ചിൽ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കി നടന്ന എന്റെ ബാല്യകാലം എനിക്ക് തിരിച്ചു തരുമെന്ന് മുഹമ്മദ് റഫി പണ്ട് പാടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ബാല്യകാലങ്ങളില്ല. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഉള്ളത്? ഞാൻ വെറുതെ പറയല്ല, എൻ്റെ കാലത്തെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടല്ല. ഈ കാലം വലിയ മോശമാണ്. ഇന്ന് നമ്മുടെ പഠിക്കുന്ന കുട്ടികളോ രാവിലെ ഉമ്മായും ബാപ്പായും കൂടെ കൊണ്ടുപോയി സർവ്വസാധനവും കെട്ടിക്കൊടുത്ത് യൂണിഫോമും കെട്ടി വണ്ടി വരുന്നു, അവർ പോകുന്നു, സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിൽ വരുന്നു. അവർക്കൊന്നുമില്ല. നമുക്കോ പുസ്തകങ്ങൾ അടുക്കി പിടിച്ച് നമ്മുടെ ബാല്യകാലം എത്ര സുന്ദരമായിരുന്നു. കൂട്ടുകാരത്തോട് LP സ്കൂളിലും UP സ്കൂളിലും 2 കിലോമീറ്റർ നടന്നു പോയ കാലം, പോകുന്ന വഴിയിൽ ഇന്നലത്തെ വീട്ടിലെ കഥ പറഞ്ഞ കാലം, പോകുന്ന വഴിയിൽ മഷിത്തണ്ട് ഒടിച്ചെടുത്തിട്ട് ആ മഷിത്തണ്ട് കൊണ്ട് സ്ലേറ്റ് മായിച്ച കാലം, പോകുന്ന വഴിയിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കി ആ നമ്പർ കളിച്ചിരുന്ന കാലം, പോകുന്ന വഴിയിൽ അല്പനേരം കിട്ടുമ്പോ അയലോക്കത്തെ തൊടിയിലെ മാവിൽ മാങ്ങ എറിഞ്ഞ് ഉടമസ്ഥൻ ഓടി വരുമ്പോ പുസ്തകവും പൊക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ബാല്യകാലം. ആ ബാല്യകാലം ഇന്നില്ല. വൈകുന്നേരം തിരിച്ചു വരുമ്പോ മക്കളോട് ചോദിക്കും, മക്കളെ എന്താണ്? ഞങ്ങൾ വീഡിയോ ഗെയിം കളിച്ചു. അവര് ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ വിരലുകൊണ്ട് ആട്ടിക്കളിച്ചു എന്നല്ലാതെ ഒരു കളിയുടെ കബഡി അവർ കളിച്ചിട്ടില്ല. മഴ പെയ്ത പാടങ്ങളിൽ അവർ ഫുട്ബോൾ കളിച്ച് ചെളിയിൽ ഉരണ്ടിട്ടില്ല. എന്റെ നാട് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ്. ഞാൻ ഇതെല്ലാം കളിച്ച ആളാണ്. പുഴയുടെ അറ്റത്താണ് എൻ്റെ വീട്. രാവിലെ പുഴയെന്ന് ഓടിപ്പോണ വഴിയിലാണ് തുണി റോഡി ഉരിഞ്ഞുവിട്ടിട്ട് പുഴയിലോട്ട് ചാടുക. എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോഴും എൻ്റെ വീട് പുഴയുടെ തൊട്ടുപുറകിലാണ്. വീട്ടിൽ നിന്നൊരു 10 മീറ്റർ ദൂരമുള്ളൂ പുഴയിലേക്ക്. പുഴ താഴ്ന്നു കിടക്കാണ് വീട് പൊന്തിരിക്കുക. നമ്മുടെ കുട്ടികൾ വെറുതെ ഗെയിം കളിച്ചു. പക്ഷെ നമ്മുടെ ഒരു സുഖം അവരുണ്ടാക്കിയിട്ടുണ്ടോ? വൈകുന്നേരം ആ കവുങ്ങിന്റെ പാളയെടുത്ത് താഴെയിട്ട് അതിനകത്ത് കയറുന്ന 4 പേര് വലിക്കും, 2 പേര് അതുമേ ഇരിക്കും. റോട്ടിൽ കൂടെ വലിച്ച് കുറെ പോയി കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയടക്കം താഴെ പൊരിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ഒരു പഴയ ബാല്യകാലമില്ല. അവർക്ക് കൂട്ടുബന്ധങ്ങളില്ല. അടുത്തിരിക്കുന്ന കൂട്ടുകാരെ അറിയില്ല. ഏതുവരെ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇന്ത്യയിൽ ബോംബെ നഗരത്തിലെ സമ്പന്നര് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ മകൻ അമ്മയെ കാണുന്നില്ല. ഒരമ്മ മരിച്ചിട്ട് 3.5 മാസമായി. വിളിച്ചിട്ട് എടുക്കാതെ മകൻ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ, അവധിക്ക് വന്ന മകൻ വാതിൽ തുറന്നു നോക്കുമ്പോ മകൻ വിദേശത്താണ്. അമ്മ കസേരയിൽ മരിച്ചിരിക്കുന്നു. 3.5 മാസമായി അമ്മ മരിച്ചിട്ട്. എപ്പോഴാ സംഭവം? ഓഗസ്റ്റിൽ പോലീസുകാർ മോനോട് ചോദിച്ചു, അമ്മ എന്നാണ് ഏറ്റവും അവസാനമായി വിളിച്ചത്? കഴിഞ്ഞ ഏപ്രിൽ 20-ന്. കഴിഞ്ഞ ഏപ്രിൽ 20-ന്. എന്താ ഈ ലോകം നേടിയത്? അമ്മയെ മകൻ അവസാനം വിളിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 20-ന്. അവസാനം 4 മാസം കഴിഞ്ഞ് വരുമ്പോ അമ്മ മരിച്ചിരുന്നിട്ട് ഏത് അമ്മ? അമ്മ എന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മ എന്ന 2 അക്ഷരത്തിലാണ് ഈ ലോകമെന്ന് പറഞ്ഞ നിന്നെ താരാട്ട് പാട്ടി ഉടക്കിയ ഉമ്മ, നിനക്ക് ജീവിതത്തിൽ സാന്ത്വനം പറഞ്ഞു തന്ന അമ്മ, നീ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറായ ഉമ്മ.